ഓൾ. അപ്പോൾ ഇന്നലെ JEE മെയിൻ സെഷൻ 1ന്റെ റിസൾട്ട് വന്നു. അപ്പോൾ എക്സ് ആൻഡ് വൈ ലേണിംഗ് 2 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിച്ച് ഒരു JEE പ്രോഗ്രാം 2 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഏകദേശം 120 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത്. അവർ JEE പരീക്ഷ എഴുതിയ സെഷൻ 1 ആണ് കഴിഞ്ഞു പോയത്. ഓക്കെ, ഇപ്പൊ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് എല്ലാ വർഷവും വരുന്ന റിക്വസ്റ്റ് ആണ് JEEക്ക് വേണ്ടി നിങ്ങൾക്കൊരു ബാച്ച് തുടങ്ങാമോ അല്ലെങ്കിൽ നീറ്റിന് ബാച്ച് തുടങ്ങാമോ എന്നുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഓൺലൈനായി +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അന്നത്തെ +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാച്ച് തുടങ്ങുന്നത്. അപ്പോൾ അത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അന്ന് തുടങ്ങിയത്. അതായത് നമ്മുടെ ബാച്ചിൽ എഴുതിയിട്ടുള്ള കുട്ടികളെല്ലാം സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണ്. ഭൂരിഭാഗം ആളുകളും ഏതെങ്കിലും ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അന്ന് നമ്മുടെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്ന പല സ്റ്റുഡൻസും പല സ്ഥലങ്ങളിലും ഇന്റഗ്രേറ്റഡ് സ്കൂൾ താല്പര്യമുള്ള പല ആളുകളും അത്തരം പ്രോഗ്രാമുകളിലോട്ടൊക്കെ പോവുകയും അങ്ങനെ നല്ല റാങ്ക് കിട്ടിയ ആളുകളുണ്ട്. ഇപ്പോൾ ഫാത്തിമത്തു സൻഹ 99.8% ഫാത്തിമത്തു സൻഹ വാങ്ങിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. 99.6, 99.5 പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ട് പഠിച്ച് എക്സ് ആൻഡ് വൈയിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞു പോയി നല്ല റാങ്ക് വാങ്ങിയ ഒരുപാട് ആളുകളുടെ മെസ്സേജുകൾ കണ്ടു. വളരെ സന്തോഷം. നിങ്ങളുടെ ഈ സക്സസ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ഞങ്ങളുടെ പ്രീവിയസ് സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു. ഓക്കെ, അതോടൊപ്പം നമ്മൾ ഒരു ഓൺലൈൻ പ്രോഗ്രാം തുടങ്ങുകയും ആ ഓൺലൈൻ പ്രോഗ്രാം അവർ സ്കൂൾ ഗോയിങ് ബാച്ചിന് ഈവനിങ് അവർക്ക് രാത്രികളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുട്ടികളും നമ്മുടെ അധ്യാപകരും നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് അതിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടോപ്പർ നിരഞ്ജൻ 99.41% വാങ്ങിയ നിരഞ്ജനാണ് നമ്മുടെ ടോപ്പർ. അതേപോലെ തന്നെ മുഹമ്മദ് അഫീഫ് 99.27% ആണ് വാങ്ങിയിട്ടുള്ളത്. ആര്യ സെൻട്രൽ സ്കൂൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് അഫീഫ് ഉള്ളത്. അതായത് ഇവരൊക്കെ ഓൺലൈനിൽ പഠിച്ച ആളുകളാണ്. ഇവരൊക്കെ സ്കൂളിൽ പോയി അതിനുശേഷം നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിൽ പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഇവരാരും റിപ്പീറ്റേഴ്സ് അല്ല. ഇവരെല്ലാം +2 പരീക്ഷ ഇനി എഴുതാനിരിക്കുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അബ്ദുൽ ഹാദി 98.87% VMC GHSS വണ്ടൂർ. അതേപോലെ തന്നെ മുഹമ്മദ് നദീർ 98.57% PPM-HSS കൊട്ടൂക്കര. ഷാക്കിർ 98.31% അരീക്കോട് SOHSS. മിസ്ബാഹ് റഹ്മാനി HSS കോഴിക്കോട് 97.98, അതായത് 98%. നിജോ ജോർജ് സാം 97.52%. ഇനിയും 97, 96, 95 ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു വളരെ സന്തോഷം തോന്നുന്ന റിസൾട്ട് ആണ്. കാരണം ഓൺലൈനിൽ മാത്രം പഠിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് അടിപൊളി റിസൾട്ടാണ്. അവർക്ക് അവരുടെ സ്കൂളുകൾ പഠിച്ചുകൊണ്ട് അടിപൊളി റിസൾട്ടാണ് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വലിയ കൺഗ്രാജുലേഷൻസ് പറയാണ്. ജസ്റ്റ് മേ ബി ഒരു അല്പം പിന്നിൽ പോയ ആളുകൾ സ്വാഭാവികമായിട്ടും ഉണ്ട്. അവർക്ക് ഇനി തിരിച്ചു വരാൻ JEE മെയിൻ സെഷൻ 2 അവസരമുണ്ട്. അത് എക്സ് ആൻഡ് വൈയിൽ മാത്രമല്ല, നിങ്ങൾ എവിടെ പഠിച്ച ആളുകളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇനി ഇന്റലിജന്റ്ലി പ്ലാൻ ചെയ്യണം. നിങ്ങൾ ഇനി അഡ്വാൻസ്ഡിന് വേണ്ടി പഠിക്കണോ, JEE മെയിൻ സെഷൻ 2 വേണ്ടി പഠിക്കണോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ JEE മെയിൻ സെഷൻ 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ നമ്മൾ സ്പെഷ്യലി ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിനും ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വർഷത്തോട്ട് നമ്മുടെ JEE പ്രോഗ്രാമിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ, കുറച്ചുകൂടി അടിപൊളിയാക്കി നമ്മൾ കൊണ്ടുവരികയാണ്. എന്തെല്ലാം നല്ലേ, നമ്മൾ ആദ്യമായിട്ടൊരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. ഒരുപാട് പാരന്റ്സിന്റെ റിക്വസ്റ്റ് ആയിരുന്നു. കാരണം നമ്മുടെ പല സ്റ്റുഡൻസും ഫൗണ്ടേഷനിലൂടെ വരുന്ന സ്റ്റുഡൻസ് തന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം വേണം. കാരണം ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഫുൾ ടൈം അതിൽ സ്കൂളില്ലാതെ, അങ്ങനെ പല സ്റ്റുഡൻസിനും സ്കൂൾ വർക്ക് എന്നുള്ളതൊരു പ്രശ്നമാണ്. സ്കൂളിൽ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ വരും, റൈറ്റ്? ഒരുപാട് ഡിസ്കറേജിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും സ്കൂളിൽ നിന്ന് വരും. മാത്രമല്ല ഇവിടെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും സ്കൂളിൽ പോയി പഠിക്കണം, അവിടെ എക്സ്ട്രാ വർക്ക് ഉണ്ടാവും. ഇതെല്ലാം പല സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഓൺലൈനിൽ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല, ഓഫ്ലൈനിൽ തന്നെ വന്ന് പഠിക്കണം എന്ന് നമ്മളോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീണ്ടും കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അവരുമായിട്ട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹോസ്റ്റലും ക്ലാസ് റൂംസും ഒക്കെ സെറ്റാണ്. ഒന്നും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇവിടെ അപ്പുറത്ത് അക്കാഡമിക്സ്, ഫാക്കൽറ്റീസ് അതും സെറ്റാണ്. കേരളത്തിലെ IITians തന്നെ പഠിപ്പിക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. അത് തന്നെ ആ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്നുള്ളത് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ഫാക്കൽറ്റീസും അതേപോലെ തന്നെ അവിടുത്തെ ഫെസിലിറ്റീസും മാത്രമല്ല, അവിടെ വരുന്ന ഓരോ കുട്ടിയും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. ഓൾറെഡി നമുക്കൊരു 200 സീറ്റുകളാണുള്ളത്. ഓൾറെഡി അറൌണ്ട് 170 സീറ്റ്സ് ഫില്ലായി കഴിഞ്ഞു. അതിൽ ഒളിമ്പ്യാഡ് വിന്നേഴ്സ്, IOQM ക്വാളിഫയേഴ്സ്, RMO ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒക്കെ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിലൂടെ അടിപൊളിയായിട്ട് കടന്നു പോയ സ്റ്റുഡൻസ് ആണ്
എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഫൗണ്ടേഷനിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം കൂടി ആയതോടുകൂടി അതിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഈ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ JEE പ്രോഗ്രാമിലോട്ട് കടന്നു വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാം എന്നുള്ളത് നമ്മളൊരു ബ്ലെൻഡഡ് പ്രോഗ്രാം ആയിട്ട് ഈ വർഷം തന്നെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിൽ എന്താ പറയുക ക്ലാസ്സസ് എടുക്കുക എന്നുള്ളതിന്റെ കൂടെ തന്നെ ഫിക്സഡ് ഇന്റർവെൽസിൽ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സിറ്റികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇവർക്ക് ഒരു ഓഫ്ലൈൻ സപ്പോർട്ട് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഫിക്സഡ് ഇന്റർവെൽസിൽ അവർക്ക് കോൺടാക്ട് ക്ലാസ്സസ് ഉണ്ടാവും. അതേപോലെ എക്സാംസ് ഇപ്പോൾ തന്നെ നമ്മൾ ഈ വർഷത്തെ ബാച്ചിന്റെ നമ്മൾ എക്സാംസ് ഓഫ്ലൈൻ ആയിട്ടാണ് നടത്തുന്നത്. അങ്ങനെ എക്സാംസ് ഓഫ്ലൈൻ ആയിട്ടുണ്ടാവും. അതായത് ഓൺലൈനിൽ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തിക്കൊണ്ട് ഓഫ്ലൈനിൽ ഒരു ടച്ച് പോയിന്റും ഒരു കോൺടാക്ട് കൂടി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലെൻഡഡ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ഞാൻ ഹാപ്പിയാണോ? ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് അവരുടെ സ്കൂൾ സിസ്റ്റത്തിന്റെ ഇതെല്ലാം ഇടയിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് കഴിയാവുന്ന ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവാനും പാടില്ല. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. കേരളത്തിലെ JEE ജേർണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നമുക്ക് ടോപ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആ ടോപ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പൈപ്പ് ലൈൻ കൂടിയാണ് നമ്മൾ ഫൗണ്ടേഷനിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം 10th ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിച്ചുകൊണ്ട് ഇതുവരെ ഇതിനൊന്നും അവെയർ ആവാത്ത ആളുകൾ ഉണ്ടാവും, അവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാണ്ട്, നമുക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ വർഷവും നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. 5000-ത്തിലധികം സ്റ്റുഡൻസ് ഇപ്പോൾ X&Y എക്കോ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിലോട്ടാണ് ഞങ്ങൾ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നത്. ഞങ്ങളുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലോട്ട് ഓപ്പൺ ആണ്. അതേപോലെ തന്നെ നമ്മുടെ JEE പ്രോഗ്രാം 11th ഇനി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു കുട്ടികൾക്ക് റിപ്പീറ്റ് ചെയ്യാതെ അവരുടെ +2 കൂടെ തന്നെ അതും ഓൺലൈനായി പഠിച്ചുകൊണ്ട്, പലപ്പോഴും ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് ഫൈനാൻഷ്യലി എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ബ്ലെൻഡഡ് ബാച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് തോന്നി. കാരണം ഈ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന, ഈ റിസൾട്ട് എന്നോട് ചോദിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സന്തോഷം X&Y ഫാമിലിയുടെ ഈ ഒരു സന്തോഷം നിങ്ങളുടെ മുമ്പിലും പങ്കുവെക്കുകയാണ്. ഇതിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫൗണ്ടേഷനിലൂടെ പഠിച്ചു വന്ന പല സ്റ്റുഡൻസും 99.8 വരെ വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ഒരുപാട് ആൾക്കാരുണ്ട്. ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു ആൻഡ് എ ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ഫോർ ട്രസ്റ്റിംഗ് അസ്. അതേപോലെ തന്നെ എന്താ പറയുക, ഇത്രയും കാലം ഞങ്ങളിൽ ഈ ട്രസ്റ്റ് വെച്ച എല്ലാ പാരൻസിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ ട്രസ്റ്റ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് മീ സൈനിങ് ഓഫ് വിത്ത് ഗ്രേറ്റ് പ്ലഷർ, ബട്ട് സ്റ്റിൽ a lot of things to do. Thank you.